നമസ്തേ. നമുക്ക് പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ഒരു വീട്ടില് സമാധാനമില്ല. അവിടെ എപ്പോഴും കലഹങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിൽ വാസ്തുപരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് ചില വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഒരു അറിയാൻ പറ്റും. ഇപ്പോൾ ഓറ എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് അവിടുത്തെ ഒരു എനർജി അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിലേക്ക് കടന്ന് അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് കടന്നുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, അതൊരു മനസ്സിനൊരു സമാധാനമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ അതേപോലെ ഒരു എനർജി നമ്മുടെ വീടുകളിലുമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ സമയം നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ വീടും നമ്മുടെ വീട് ചുറ്റുപാടുകളും നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകും. അതേസമയം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ അധിക സമയം ഇരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല വീടുകളിലും ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കളയാതെ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ളതാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബുക്കുകൾ, നോട്ട് ബുക്കുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ കെട്ടുകെട്ടായിട്ട് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവർ ഒരുപാട് തീപ്പെട്ടി, നമ്മുടെ തീപ്പെട്ടി ഉണ്ടല്ലോ, ആ തീപ്പെട്ടി ഇങ്ങനെ കാലിയായിട്ടുള്ള കവറുകളെല്ലാം അവരവിടെ സൂക്ഷിക്കുന്നു. അതുപോലെ സാമ്പ്രാണിയുടെ കവറുകൾ, ഇതെല്ലാം ഈ ഒഴിഞ്ഞു പോയ സാധനങ്ങൾ, പേനകൾ, ഇതെല്ലാം ഇവരിങ്ങനെ സൂക്ഷിക്കുന്നതായിട്ട്. അപ്പം അതൊക്കെ അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഒരു തീർന്നു പോയ സാധനം അപ്പോഴേ ഉപേക്ഷിക്കുക, വീട്ടിൽ നിന്നും പുറത്താക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഡാമേജ് ഉള്ള സാധനം പൊട്ടിപ്പോയി, നമുക്കിന്നത് വേണ്ട. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ഇനി എന്തെങ്കിലും ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ടി വി കംപ്ലൈൻ്റ് ആയി, അതിന് ചെറിയൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ, നമുക്കത് ശരിയാക്കി എടുക്കാം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലൈൻറ്റ്, നമുക്ക് വേറെ ഒരു വണ്ടിയുണ്ട്, നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് കയറ്റി വെക്കും, പിന്നെ എടുക്കാമെന്നും പറഞ്ഞ് 1 മാസമായി, 2 മാസമായി, 6 മാസമായി ഈ വണ്ടി അവിടെ ഇരുന്ന് നെഗറ്റീവായി, അത് ഡാമേജ് ആയി, പിന്നെ അത് ആക്രിക്കാരനും കൊടുക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉപയോഗശൂന്യമില്ലാത്തതായിട്ടുള്ള, നമ്മൾ ഉപയോഗിക്കാത്തുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഇതെല്ലാം നമ്മുടെ മനസമാധാനത്തെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം നമ്മളൊന്ന് നിരീക്ഷിക്കുക. ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിത്രങ്ങളുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചില സ്ഥാനങ്ങളുണ്ട്, അതാത് സ്ഥലങ്ങളിൽ വെക്കുക. ഇനി ചില വീടുകളിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും ഡക്കുകൾ. മാൻഡേരിയൻ ഡക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് 2 ഇണ താറാവുകൾ ഒരേ ഡയറക്ഷനിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അത് വയ്ക്കുന്നത്. ചിലതിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇത് രണ്ടും ഒന്ന് ചിലപ്പോൾ പൊട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അത്തരം വീടുകളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടിയതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ തങ്ങളിൽ കലഹത്തിന് സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ സ്ഥലത്തില്ലാതെ ഒരാൾ മാത്രം, ഇപ്പോൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ ഭർത്താവിന് വിദേശത്ത് ജോലി, ഭാര്യ മാത്രം നാട്ടിലുള്ളൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഇവർ തങ്ങളിൽ പിരിഞ്ഞിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിട്ടുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ നിരീക്ഷിക്കും. അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു കാരണവശാലും ബെഡ്റൂമിൽ അക്വേറിയം വെക്കാൻ പാടില്ല. പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അക്വേറിയം ബെഡ്റൂമിൽ പാടില്ല. അതേപോലെ തന്നെ ബെഡ്റൂമിൽ നമുക്ക് എപ്പോഴും ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ബെഡ്റൂം കിട്ടുന്നത്. ഇത് 2 എനർജികളെ പറ്റി ഫെങ്ഷുയിൽ പറയുന്നുണ്ട്, ഇൻ ആൻഡ് യാങ്. അപ്പോൾ തണുത്തതായിട്ടുള്ള എന്തും, ഇപ്പോൾ സ്ത്രീ തണുത്തത്, അങ്ങനെയുള്ള ഇന്നായിട്ടുള്ള കാര്യങ്ങളെല്ലാം, കൂളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻ എനർജിയും, യാങ് ആയിട്ടുള്ള പുരുഷൻ, അതുപോലെ തന്നെ ചൂട്, അതുപോലെ തന്നെ നല്ല ശബ്ദങ്ങൾ, അതെല്ലാം യാങ് എനർജിയിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് എന്ത് തരത്തിലുള്ള എനർജിയാണ് ആവശ്യം? ഇന്നായിട്ടുള്ളൊരു എനർജിയാണ് ആവശ്യം. അപ്പോൾ ബെഡ്റൂം എപ്പോഴും നല്ല സൈലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ പല ബെഡ്റൂമുകളിലും ടിവിയും ലാപ്ടോപ്പും ഒക്കെ വെച്ച് വർക്ക് ചെയ്യിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബെഡ്റൂമിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ പാടില്ല. അതുപോലെ തന്നെ ബെഡ്റൂം ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത പല സാധനങ്ങളും പല സ്ഥലത്ത് വാരിയിട്ട് ബെഡ്റൂം നിറച്ച് ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലെല്ലാം സാധനങ്ങൾ കയറ്റി വെച്ചൊക്കെ ഇങ്ങനെയുള്ളതായിരിക്കും. അതെല്ലാം നെഗറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റണം. അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് അക്വേറിയം അല്ലാതെ തന്നെ ചെറിയ വലിയ പാത്രങ്ങളിൽ ജലം കൊണ്ട് വെച്ചിരിക്കുന്നത്, അതൊന്നും ബെഡ്റൂമിനകത്ത് പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കണം. അപ്പം വീട്ടിലുള്ള ജങ്ക് സാധനങ്ങളെല്ലാം വാരിക്കളഞ്ഞ് വീടും പരിസരവും വൃത്തിയാക്കണം. അതുപോലെ തന്നെ അടുത്തത്, വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ആ കഴിക്കുന്ന ഫുഡ് എന്താണോ അതാണ് നമ്മുടെ ഹെൽത്തിനെ മെച്ചപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് പോലെ, നമ്മളുടെ എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന ആ ഒരു
ചി എന്നാണ് ഫെങ്ഷുയിൽ അതിനെ പറയുന്നത്. ആ ഒരു ചി, ആ ഒരു എനർജി, ആ ഒരു പ്രാണ അതെന്താണോ അതാണ് നമ്മുടെ വീടിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ വീട്ടിലേക്ക് വരുന്ന ദുഷിച്ച എനർജികളാണെങ്കിലോ അതൊക്കെ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പം നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നേരെ വാതിലിൽ തന്നെ ഒരു വലിയ വൃക്ഷം നിൽപ്പുണ്ട്. ഇതൊക്കെ നെഗറ്റീവ് തരത്തിലുള്ള എനർജി ഉണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ബാക്വ മിറർ എന്ന് പറഞ്ഞൊരു കണ്ണാടി ഉണ്ട്. 8 ദിക്കുകൾ സെൻറ്ററിൽ ഒരു മിറർ ഇരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബാക്വ മിറർ വാങ്ങിച്ച് പ്രധാന ഡോറിൻ്റെ മുകളിൽ വെളിയിലാണ് അത് ഹാങ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ, മെയിൻ ഡോറിലല്ല, വീടിൻ്റെ വേറൊരു സൈഡിൽ, ഇപ്പോൾ നമ്മൾ വീട് കിഴക്കോട്ട് നിൽക്കുകയാണെങ്കിൽ വടക്ക് ഭാഗത്തു നിന്ന് ഒരു റോഡ് വന്ന് 2 സൈഡിലായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വടക്കുന്ന് റോഡ് വന്നിട്ട് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലാണ് അത് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ആ ഭാഗത്ത് നമുക്കൊരു ബാക്വ മിറർ വെച്ച് നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന എനർജി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സമീപത്ത് മറ്റൊരു വീട് വന്നു, ആ വീടിൻ്റെ കോടി നമ്മളെ കുത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അത് പിന്നെ നമുക്ക് വീട്ടിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടിബറ്റൻ ബെല്ല്, ഓം മണി എന്നുള്ള സാധനങ്ങൾക്ക് കൂടെ കൂടെ ഒന്ന് വൈബ്രേഷൻ ചെയ്യുന്നത് വീട്ടിലൊരു പോസിറ്റീവ് എനർജി നൽകും. അതുപോലെ തന്നെ വീട് എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. ഫർണിച്ചർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറയെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. കുന്തിരിക്കം, ഗ്രാമ്പു, കല്ലുപ്പ് ഇങ്ങനെ ഉപയോഗിച്ച് വീടൊന്ന് പോയിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുകയും കൂടുതൽ സൗഭാഗ്യങ്ങളെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.